ഹായ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊച്ചിയിൽ നിന്ന് തൃശ്ശൂരേക്ക് പോകാണ്ടോ. നമ്മുടെ സ്പ്ലെൻഡറിലാണ് പോകുന്നത്. പിന്നെ അതുമാത്രമല്ല, ഞാൻ നമ്മുടെ ക്യാമറ സെറ്റ് ചെയ്യാനായിട്ടൊരു മൗണ്ട് നമ്മുടെ വണ്ടിയുമ്പോൾ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ മൊബൈൽ ഫോൺ മൗണ്ട് ചെയ്യാനുള്ള സാധനം. ഇത് നമ്മുടെ പണ്ട് കാലത്ത് നമ്മൾ മേടിച്ചുകൊണ്ട് സെൽഫി സ്റ്റിക്കില്ല, അതിൻ്റെ മേളിലെ ഭാഗം ഊരിയെടുത്തിട്ട് ഇൻസുലേഷൻ ടാപ്പ് അടിച്ച് വെച്ചേക്കാം കേട്ടോ. ഇത് നമുക്ക് ഫോണിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വലുതാക്കാനും ചെറുതാക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതിനെന്തോ വലിയ കോസ്റ്റ് ഒന്നും ഇല്ല, എന്തോ 100 രൂപയ്ക്ക് എന്തോ ആണ് ഞാൻ മേടിച്ചത് പണ്ട്. എന്നിട്ട് അതിങ്ങനെ തൽക്കാലത്തേക്ക് നമുക്ക് ഫോൺ ഹോൾഡർ മിററിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വേറെ ഓപ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണതാണ്. അപ്പോൾ നമ്മളെ ഈ റൈഡിലാണ് ഇത് ആദ്യമായിട്ട് പരീക്ഷിച്ച് നോക്കണത്. അപ്പോൾ ഇതെന്ത് സ്റ്റെബിലിറ്റി എത്രത്തോളം ഉണ്ടെന്നൊക്കെ ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഞാൻ കാണിക്കാൻ പോണ കുറച്ച് വിഷ്വൽസൊക്കെ എന്തായാലും ഇതിൻ്റെ അകത്ത് എടുത്ത ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ബാക്കി വിഷ്വൽസൊക്കെ കാണാം. അതുമാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം സ്പ്ലെൻഡറിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി പേര് കുറേ കമൻസ് ആയിട്ടും അല്ലാണ്ട് എനിക്ക് നേരിട്ട് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടും കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. ഈ സ്പ്ലെൻഡറിൻ്റെ കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ, ലോങ് റൈഡ് എങ്ങനെയാണ്, ഇതിൻ്റെ മൈലേജ് എങ്ങനെയാണ്, പിന്നെ ഞാൻ കയറ്റിയേക്കണ ആഫ്റ്റർ മാർക്കറ്റ് ഷോക്ക് വെച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വണ്ടിക്കുണ്ടോ, റൈഡിനെ ബാധിക്കുന്നുണ്ടോ, കംഫർട്ടിനെ ബാധിക്കുന്നുണ്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽസ് കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എനിക്ക് അത്യാവശ്യം ലോങ് റൈഡ് ചെയ്യുമ്പോൾ കിട്ടിയിരിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ എനിക്ക് തോന്നിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാം കേട്ടോ. ഫസ്റ്റ് കാര്യം, നമുക്ക് ദൂരം യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന മൈലേജ്. നമ്മൾ നോർമലി സിറ്റി യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു മൈലേജ് ആയിരിക്കില്ല നമ്മൾ ഹൈവേ ഓട്ടത്തിന്. നമ്മൾ ലോങ് റൈഡ് പോകുമ്പോൾ നമുക്ക് കമ്പനി പറയുന്നതിലും കൂടുതൽ മൈലേജ് കിട്ടുന്ന വണ്ടികളുണ്ട്. ഈ ഒരു സ്പ്ലെൻഡർ എന്ന് പറഞ്ഞ വണ്ടി ആ ഒരു കൂട്ടത്തിൽപ്പെട്ട വണ്ടിയാണ്. നമുക്ക് ലോങ് റൈഡൊക്കെ പോകുമ്പോഴാണ് എനിക്ക് കൂടുതലായിട്ട് ഈ വണ്ടിയിൽ മൈലേജ് കിട്ടിയിരിക്കുന്നത്. ഇന്ന് നമ്മളിപ്പോൾ തൃശ്ശൂരേക്ക് പോകുന്നത് നമ്മൾ ഏകദേശം ഒരു 250 രൂപക്ക് പെട്രോൾ ഞാൻ അടിച്ചിട്ടുണ്ട് ഈ വണ്ടിക്ക്. അപ്പോൾ ശരിക്കും നമുക്ക് ഈ ട്രിപ്പ് അവസാനിക്കുമ്പോഴേ നമുക്ക് എന്തോരം മൈലേജ് കിട്ടിയെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഈ മൈലേജിൻ്റെ കാര്യം ഞാൻ ഈ വീഡിയോ അവസാനിക്കുമ്പോൾ കിലോമീറ്റർ സഹിതം കാണിച്ച് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ വണ്ടിയുടെ ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ ലൈഫ് എങ്ങനെയുണ്ടെന്ന് കുറേ പേര് ചോദിച്ചവരുണ്ട്. ഞാൻ എൻ്റെ ആദ്യത്തെ സ്പ്രോക്കറ്റ് മാറിയത് 25,000 കിലോമീറ്ററിലാണ്. 25,000 കിലോമീറ്ററിലധികം ഈ വണ്ടിയുടെ സ്പ്രോക്കറ്റ് നമുക്ക് ലൈഫ് കിട്ടും. പക്ഷേ ഞാൻ മാറിയെന്ന് വെച്ചാൽ എൻ്റെ ക്ലച്ച് കേബിൾ ഒരു പ്രാവശ്യം പൊട്ടിയിട്ട് എനിക്കൊരു 40-50 കിലോമീറ്ററോളം ക്ലച്ച് ഇല്ലാതെ വണ്ടി ഓടിക്കേണ്ട ഒരു അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട് ഒരു തവണ. അങ്ങനെയാണ് എൻ്റെ സ്പ്രോക്കറ്റ് കംപ്ലൈൻറ്റ് വന്നത്. മര്യാദക്കൊക്കെ ഒന്നുകൂടി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോണ വണ്ടിയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ലൈഫ് ചെയിൻ സ്പ്രോക്കറ്റിന് കിട്ടും കേട്ടോ. ഞാനൊരിക്കലും ഈ വീഡിയോ എൻ്റെ ഒരു വണ്ടി ആയതുകൊണ്ട് ഞാൻ ഈ വണ്ടീനെ പുകഴ്ത്തി പറയുന്നതോ അല്ലെങ്കിൽ എനിക്ക് ഈ വണ്ടീനെ വലുതാക്കി കാണിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതോ അല്ല. ഞാൻ ഇതിനു മുമ്പ് ഉപയോഗിച്ചിരുന്ന യമഹയുടെ R15S ആണ്. അത് ഞാൻ ഒരു 32,000 കിലോമീറ്ററോളം ഓടിച്ചു 3.5 കൊല്ലം ഞാൻ ഉപയോഗിച്ചിട്ടാണ് ആ വണ്ടി സെയിലാക്കിയത്. അപ്പോൾ യമഹയുടെ വണ്ടികൾ നിങ്ങൾക്ക് അറിയാമല്ലോ. എന്തായാലും യമഹയുടെ വണ്ടികൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ്. അപ്പോൾ യമഹയുടെ വണ്ടികളിൽ നിന്ന് അപേക്ഷിച്ച് എനിക്ക് ഈ വണ്ടിയിൽ കുറച്ചുകൂടി ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പാലിയേക്കരയൊക്കെ എത്താറായപ്പോൾ അത്യാവശ്യം നല്ല മഴ കിട്ടിയിട്ടോ. ഇത്ര നേരം കണ്ടൊരു കാലാവസ്ഥയല്ല പിന്നീട് ഇങ്ങോട്ട്. ഇവിടെ അത്യാവശ്യം നല്ല മഴയുണ്ട്. ഞാനപ്പോൾ റെയിൻകോട്ടൊക്കെ എടുക്കണ്ട എന്ന് വിചാരിച്ചൊക്കെ ഇരുന്നാണ്. പിന്നെ എന്തായാലും എടുത്തേ പറ്റുള്ളൂ. റെയിൻകോട്ട് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടി ആ വണ്ടിയുടെ പുറകിൽ ഇങ്ങനെ കെട്ടി വെച്ചാണ് കേട്ടോ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബാഗിൽ അത്യാവശ്യം സ്പേസ് നമുക്ക് കളയേണ്ട ആവശ്യമില്ല. വണ്ടിയുടെ പുറകിൽ ഇതേപോലെ ക്യാരിയർ ഉള്ളതുകൊണ്ട് ഈ വണ്ടിയിൽ നമുക്ക് ഇതുപോലെയൊക്കെ കെട്ടിയൊക്കെ വെച്ച് യാത്ര ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അത്യാവശ്യം ലഗേജൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ കെട്ടി എളുപ്പം കൊണ്ടുപോകാൻ പറ്റും. കാരണം ഈ വണ്ടിക്ക് സാരി കാർഡും കാര്യങ്ങളും ഉണ്ട്, പിന്നെ ലേഡീസ് ഹാൻഡിലുണ്ട്. അങ്ങനത്തെ സാധനമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് ഇതുപോലത്തെ റോപ്പൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ടൈ ചെയ്തൊക്കെ ലഗേജൊക്കെ നമുക്ക് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ടൂറൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ലഗേജ് വണ്ടിയുടെ പുറകിലൊക്കെ വെച്ചുകൊണ്ടൊക്കെ പോകാൻ പറ്റും. ഞാൻ അതിന് മാത്രം ലഗേജ് ഒന്നും യൂസ് ചെയ്ത് കൊണ്ടുപോയിട്ടില്ല. പക്ഷേ എന്നാലും ഞാനിപ്പോൾ നിങ്ങളോട് ഇത്ര സാധനങ്ങളൊക്കെ ഈ വണ്ടിയിലുണ്ടെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ റെയിൻകോട്ടൊക്കെ എടുത്തിട്ട് റൈഡ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടോ. ഞാൻ എന്തായാലും മഴയൊന്നും കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ എന്ത് ചെയ്യാൻ വേണ്ടിയാണ്, നിർഭാഗ്യവശാൽ നല്ല മഴ കിട്ടി. അപ്പോൾ എന്തായാലും നമുക്കിനി റെയിൻകോട്ടൊക്കെ ഇട്ട് പോവാം. മഴയില്ലാതിരുന്നതുകൊണ്ട് തന്നെ രാവിലെ ഷൂസൊക്കെ ഇട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ അതുമെല്ലാം നനഞ്ഞൊരു ഭാഗമായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ വണ്ടി ഇപ്പോൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെ റിസർവോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് റിസർവ് ടാങ്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് മീറ്ററിൽ നോക്കി മാത്രമേ ഇതിൻ്റെ അകത്ത് എന്തോരം പെട്രോൾ ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ മീറ്റർ ആണെങ്കിലും കറക്റ്റ് ജെന്യുവിനാണ്. കറക്റ്റ് കാര്യങ്ങൾ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഡിജിറ്റൽ മീറ്റർ വണ്ടിയുണ്ട് ഈ സ്പ്ലെൻഡറിൻ്റെ തന്നെ BS6. പക്ഷേ ഡിജിറ്റൽ മീറ്ററിനെ അപേക്ഷിച്ച് അനലോഗ് മീറ്ററാണ് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ഏകദേശം പാലിയേക്കര എത്തി. പാലിയേക്കരയിൽ ഇപ്പോൾ 2 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് നിർത്തി വെച്ചിരിക്കുകയാണ് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം. കാരണം ഈ പാലിയേക്കരയുടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് ഒടുക്കത്തെ ബ്ലോക്കാണ്.
അപ്പോൾ ഇത്രയും ബ്ലോക്ക് കിട്ടി വരുന്നവർക്ക് ഈ ടോൾ പിരിവും കൂടി വേണ്ടാന്ന് പറഞ്ഞ് ഹൈക്കോടതി തന്നെ നിർത്തിവെച്ചാണ് 2 ആഴ്ചത്തേക്ക്. അതെന്തായാലും ഒരു നല്ല കാര്യമാണ് കേട്ടോ. ഇത്രയും ബ്ലോക്ക് കിട്ടി വരുന്നൊരു സാധാരണക്കാരന് ഇതെങ്കിലും ചെയ്തു കൊടുത്താൽ ഭയങ്കര ഉപകാരമുള്ളൊരു കാര്യമാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ മേൽപ്പാലത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് റോഡിൻ്റെ അവസ്ഥ ഇതാണ്. നമ്മൾ ഈ വലിയ വാഹനങ്ങളിലൊക്കെ പുറകിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കണ്ണേ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാട്ടോ. അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ ടണലായ കുതിരാൻ ടണലിൽ എത്തിയിട്ടുണ്ട്. കുതിരാൻ ടണലിൻ്റെ ഫ്രണ്ടിൽ കൂടി മഴയായതുകൊണ്ട് ഇതേ സൈഡിൽ കൂടിയൊക്കെ വെള്ളച്ചാട്ടം പോലെയൊക്കെ വെള്ളമൊക്കെ വീഴുന്നതൊക്കെ കാണാം കേട്ടോ. ഇത് ഈ മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇവിടെ ഞാൻ വണ്ടി നിർത്തിയെന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മുടെ പഴയ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയാണ്. ഈ കുതിരാൻ ടണൽ വന്നതോടുകൂടി ആളൊഴിഞ്ഞു പോയിട്ടുള്ള ഒരു അയ്യപ്പൻ്റെ അമ്പലം ഇവിടെ ഉണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. പണ്ട് കാലത്ത് ഇതുവഴി നമ്മൾ ഒത്തിരി ബ്ലോക്കിൽ കിടന്ന് പോയിട്ടുള്ളതാണ്. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പാലക്കാടേക്കൊക്കെ പണ്ട് പോയവരാണെങ്കിൽ അറിയാൻ പറ്റും. പണ്ടെന്നല്ല, അധികം നാളായിട്ടില്ല. ഈ ഒരു ഭാഗത്തുള്ള പ്രത്യേകിച്ച് നല്ല തിരക്കായിരിക്കും ഈ അമ്പലത്തിൻ്റെ അവിടെയൊക്കെ. ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടി തന്നെ ഒത്തിരി പേര് പണ്ട് പോയിക്കൊണ്ടിരുന്നതുകൊണ്ട് ഈ അമ്പലത്തിന് ആ ഒരു സമയത്തൊക്കെ നല്ല വരുമാനമായിരുന്നു. ഇതുവഴി പോകുന്നവരെല്ലാവരും നേർച്ചയിട്ടിട്ടൊക്കെയാണ് പോകുന്നത്. പക്ഷേ ഇപ്പോൾ പുതിയ ടണൽ വന്നതോടുകൂടി ആൾക്കാർക്ക് യാത്ര എളുപ്പമായി. ഇതുവഴി ചുറ്റി പോകേണ്ട, ബ്ലോക്കിൽ കിടക്കണ്ട. അതോടുകൂടി ഇങ്ങോട്ടുള്ള ആൾക്കാരുടെ വരവ് നിന്നു, ഈ അമ്പലത്തിൻ്റെ മെയിനായിട്ടുള്ള വരുമാനം നിന്നു. ഈ ഒരു റോഡ് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഭയങ്കര ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ട് കാടൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഈ റോഡിലേക്ക്. കാരണം ഇതുവഴി അധികം ആൾ സഞ്ചാരമില്ല, വാഹനങ്ങളൊന്നും വരാറില്ല. ഈ റോഡിപ്പോൾ ശരിക്കും ഡെഡ് എൻഡാണ്. വർഷത്തിൽ 365 ദിവസവും പ്രസാദകൂട്ടുണ്ടായിരുന്ന ഈ അമ്പലത്തിൽ ഇപ്പോൾ ശനി ഞായർ മാത്രമാണ് കേട്ടോ. ഞാനീ വന്നത് ഒരു ശനിയാഴ്ച ആയതുകൊണ്ട് പ്രസാദകൂട്ടിന് വന്നിരിക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്കിവിടെ കാണാനൊക്കെ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തമിഴ്നാട് സ്റ്റൈലിൽ ആണ് ഈ അമ്പലം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ സാധാരണ അയ്യപ്പ ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് കുതിരപ്പുറത്തിരിക്കുന്ന അയ്യപ്പസ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കേട്ടോ. ഈ അമ്പലത്തിൽ ഇപ്പോൾ എവിടെ നോക്കിയാലും കുരങ്ങന്മാരാണ്. കാടൊക്കെ അത്യാവശ്യം കയറി തുടങ്ങിയതുകൊണ്ട് ഇവിടെ ഫുള്ള് ഇപ്പോൾ കുരങ്ങന്മാർ വന്നിരിക്കുകയാണ് ഏത് നേരവും. ഒരു സമയത്ത് ഇവിടെ എന്തുമാത്രം തിരക്കുണ്ടായിരുന്നൊരു സ്ഥലമാണെന്നറിയാമോ? വണ്ടികൾ ബ്ലോക്കായിട്ട് നിൽക്കാൻ പറ്റൂലായിരുന്നു. ഇതുവഴി നേരത്തെ പോയിട്ടുള്ളവർ കാണാൻ മനസ്സിലാവും. ഇപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ ഒന്ന് നോക്കണം. ശരിക്കും പറഞ്ഞാൽ റോഡിൽ ഒറ്റ വണ്ടിയില്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നടുക്കൊക്കെ വണ്ടി കയറ്റി വെച്ചിട്ട് നിൽക്കാം. അത്രയൊക്കെ ഉള്ളൊരവസ്ഥയാണ്. കാരണം ഒട്ടും തിരക്കില്ലാത്തൊരവസ്ഥ. ഇതിപ്പോൾ നോക്കിയേ, നമ്മളിപ്പോൾ വണ്ടി ഇവിടെ വെച്ചിട്ടാണെങ്കിൽ എത്ര നേരമായി, ഒരു വണ്ടി പോലും കടന്നു വരുന്നില്ല. അത്രയും ശോചനീയാവസ്ഥയാണ്. റോഡെന്ന് പറഞ്ഞാൽ ഭയങ്കര വിജനമായിട്ട് കിടക്കുകയാണ് കേട്ടോ ഈ ഒരു സ്ഥലത്ത്. പിന്നെ അവിടെ അടുത്ത് തന്നെയായിട്ട് ആന ഉണ്ടെന്നും പറഞ്ഞാൽ ബോർഡൊക്കെ വെച്ചിരിക്കുന്ന കാണാം. പിന്നെ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏതോ ഒരു ഓഫീസും നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഈ റോഡിലേക്കുള്ള ഡെഡ് എൻഡിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം. അമ്പലം കഴിഞ്ഞ് കുറച്ചുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര പോലും ആൾക്കാരില്ല. കാരണം ഈ ഒരു ഏരിയയിൽ വീടോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒന്നും തന്നെ ഇല്ല. അത്രയ്ക്ക് ഒറ്റപ്പെട്ടൊരു സ്ഥലമാണ്. സൈഡിലൊക്കെ ഇലക്ട്രിക് ഫെൻസിങ് വെച്ചിട്ടുണ്ട് ആന റോഡിലേക്ക് ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടി. പക്ഷേ ഇവിടെ മനുഷ്യവാസ മേഖലയൊന്നും അല്ല കേട്ടോ അധികം. നമുക്ക് ഈ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഹൈവേയിലേക്ക് പോകുന്ന വഴിക്ക് മാത്രമേ കുറച്ച് ആൾക്കാരുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ ഈ റോഡ് അവസാനിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇത്രയേ ഉള്ളൂ ആകെ ഈ റോഡ്. അവിടെ നിന്ന് തിരിച്ചു വന്ന വഴിക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഒന്ന് നിർത്തി കേട്ടോ. കാരണം ഇത്രയും നേരം ഈ പൊടിയിൽ കൂടി വന്നതുകൊണ്ട് വായിലൊക്കെ ഒത്തിരി പൊടി പോയി. അതെല്ലാം ഒന്ന് കഴുകി കളഞ്ഞിട്ടാണ് വെള്ളമൊക്കെ കുടിച്ചത് കേട്ടോ. അപ്പോൾ ഒരു ആശ്വാസം കിട്ടി. കാരണം മഴ മാറിയെന്നും പറഞ്ഞ് ചൂടിനൊരു കുറവുമില്ല. ഈ ഹൈവേ ഓട്ടം ആയതുകൊണ്ട് തന്നെ നല്ല ചൂടാണ് കേട്ടോ ഈ ഒരു ഏരിയയിലൊക്കെ. അങ്ങനെ നമ്മൾ നേരെ പിന്നെയും തൃശ്ശൂരേക്ക് പോകുന്നു കേട്ടോ. എനിക്കിന്ന് അവിടെ ഒരു PSC ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ പോയതാണ്. പോണ വഴിക്ക് ദേ വടക്കുന്നാഥൻ്റെ അവിടെ നിർത്തി. ഞാൻ ഒന്ന് കയറാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ ഒടുക്കത്തെ തിരക്കാണ്. അത് കാരണം പിന്നെ കയറിയില്ല കേട്ടോ. എന്നിട്ട് ഞാൻ PSC ഉള്ള എക്സാം സെൻറ്ററിലേക്ക് പോയിട്ടോ. ഇതാണ് സ്കൂള്. ഇതുള്ള ഒരിക്കരയിലാണ് കേട്ടോ ഈ സ്കൂള്. അവിടെ നേരെ PSC ടെസ്റ്റും കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ നേരെ കേരളപ്പഴനിക്ക് വിട്ടു. കേരളപ്പഴനി എന്ന് പറയുന്നത് ചോച്ചേരിക്കുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് കേട്ടോ. ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് ഈ ക്ഷേത്രം വരുന്നത്. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു റീൽസ് കണ്ടുകൊണ്ടാണ് എനിക്കിവിടെ മെയിനായിട്ട് വന്നോന്ന് തോന്നിയത്. 239 പടികൾ ചവിട്ടി വേണം നമുക്ക് ഈ അമ്പലത്തിൻ്റെ മേളിലെത്താൻ വേണ്ടി കേട്ടോ. ഇത് നമ്മുടെ തമിഴ്നാട്ടിലെ പഴനിയുടെ ഒരു മാതൃക തന്നെയാണ് ഈ അമ്പലവും നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല അവിടുത്തെ വഴിപാടുകളായിട്ടുള്ള തലമുണ്ടലഞ്ചേലും പാൽക്കാവടിയും പിന്നെ പഞ്ചാമൃതവും ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ അമ്പലത്തിൽ എവിടെ നോക്കിയാലും ഒരു തമിഴ് ടച്ചാണ്. നമുക്ക് ഈ സ്റ്റെപ്പ് കയറി വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി കാറ് കയറുന്നൊരു വഴിയുണ്ട് കേട്ടോ. കാറ് കയറുന്ന വഴി ഉണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ ടോപ്പിലെത്താൻ പറ്റും. ഞാനിവിടെ വന്നപ്പോൾ ഈ അമ്പലത്തിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ നടക്കുവാണ് കേട്ടോ. അത് കാരണം അവിടെ ഇവിടെയൊക്കെ പണിയുന്നതൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ വരുന്ന ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരങ്ങളിലുമാണ്. ഉച്ചക്കൊക്കെ വന്നാൽ മലമുകളിലായതുകൊണ്ട് അത്യാവശ്യം നല്ല വെയിലുണ്ടാവും. അപ്പോൾ ഇവിടെ വരുമ്പോൾ രാവിലെയും വൈകുന്നേരങ്ങളിലും വരിക. രാവിലെയും വൈകുന്നേരങ്ങളിലും ഈ അമ്പലത്തിൽ നട തുറക്കും കേട്ടോ. വൈകുന്നേരം 5:30 തുറക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മളൊരു
ക്ഷേത്രത്തിൽ വരുമ്പോൾ ഭക്തി എന്നതിലുപരി നമുക്ക് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പോസിറ്റിവിറ്റി കിട്ടണം. ഈ ഒരു ഏരിയ വരുമ്പോൾ അത് എന്തായാലും വേണ്ടോളം കിട്ടുന്നുണ്ട്. കാരണം ഈ മലമുകളിൽ ഇത്ര ഒറ്റപ്പെട്ടൊരു അമ്പലം നല്ലൊരു ഇത് തന്നെയാണ് കേട്ടോ. നമ്മൾ അത്യാവശ്യം സീസൺ ടൈമിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കുണ്ടാകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ വന്നപ്പോൾ ഒരു മനുഷ്യൻ പോലും ഇല്ല. ഇവിടെ അടിച്ചു വരാൻ വേണ്ടി 2 ചേച്ചിമാർ വന്നിട്ടുണ്ട്. അവർ മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ. ഇതാണ് നമ്മുടെ സ്റ്റെപ്പിൻ്റെ താഴ്ഭാഗം കേട്ടോ. ഇവിടെ ഒരു അടിവാരം ഗണപതി കോവിലുണ്ട്. അവിടെ തൊഴുതിട്ട് വേണം നമുക്ക് മേളിലേക്ക് കയറാൻ വേണ്ടി. അങ്ങനെ അവിടുത്തെ കാഴ്ചകളും കണ്ട് ഞാൻ തിരിച്ചു പോകുന്നുണ്ടോ. അങ്കമാലിയേക്ക് എത്തിയപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് കരുതി നിർത്തിയാണ്. ഈ സ്പ്ലെൻഡറിൽ ഒരു 50-60 കിലോമീറ്ററൊക്കെ കണ്ടിന്യൂസ് ഓടിച്ച് വരുമ്പോൾ നമുക്കൊരു ബാക്ക് പെയിൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു 2 മിനിറ്റ് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് ശരിയാവും. അതിനുവേണ്ടി നിർത്തിയാൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ മൈലേജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ പെട്രോൾ അടിക്കാൻ പോവാണ്. നമ്മുടെ വണ്ടി ഇപ്പോൾ 41,265 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഞാൻ രാവിലെ വണ്ടി എടുത്തപ്പോൾ 41,055 കിലോമീറ്റർ ആയിരുന്നു. അപ്പോൾ ഏകദേശം നമ്മൾ 210 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട് കേട്ടോ. 250 രൂപ പെട്രോൾ അടിച്ചിട്ട് 210 കിലോമീറ്റർ ഓടുക എന്ന് വെച്ചാൽ അതത്ര നിസ്സാര കാര്യമല്ല, പ്രത്യേകിച്ച് പെട്രോളിന് ഇത്രയും വിലയുള്ളൊരു സമയത്ത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ ലൈവ് പ്രൂഫാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞാൻ ഇതിലൊരു കള്ളവും പറഞ്ഞിട്ടില്ല, കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഈ വണ്ടീനെ പറ്റിയുള്ള സംശയങ്ങൾ എല്ലാവരുടെയും തീർന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. മൈലേജ്, കംഫർട്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.